ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഏട്ടൻ്റെ വീട് വരെ ഒന്ന് പോവാണ്. ഏട്ടൻ്റെ വീട് പത്തനംതിട്ടയായിരുന്നു. അപ്പോൾ ഒരു 6 മണി ആയപ്പോഴേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. 7:30 ആവും ട്രെയിൻ വരാൻ വേണ്ടി. അപ്പോൾ നീലേശ്വരത്ത് പോയിട്ടാണ് ഞങ്ങൾ ട്രെയിൻ കയറൽ. അപ്പോൾ നീലേശ്വരത്തേക്ക് പോകാൻ വേണ്ടി ബസ് കാത്ത് നിൽക്കുകയായിരുന്നു. ഇപ്പം അതുകൊണ്ടാണെങ്കിൽ വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങിയപ്പോഴത്തേനും ഭയങ്കര സ്വാതന്ത്ര്യം കിട്ടിയ പോലെയാണ്. താഴെ ഇറങ്ങാനും ഓടാനും ചാടാനെല്ലാം നോക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബസ് വരുന്നുണ്ടോയെന്നെങ്കിൽ നോക്കുന്നത്. അങ്ങനെ ബസ് വന്നു. വൈകുന്നേരം ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. സീറ്റ് ഉണ്ടായി. ഞാനും അതുകൊണ്ടിനൊപ്പം സൈഡ് സീറ്റിലെല്ലാം ഇരുന്ന് കാഴ്ചയെല്ലാം കണ്ട് ആസ്വദിച്ച് പോവുകയായിരുന്നത്. പിന്നെ പെട്ടെന്നില്ലൊരു തീരുമാനം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു ഏട്ടൻ്റെ വീട്ടിലാരോടും പറയണ്ട, അവർക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീട്ടിലാരും അറിയിച്ചിട്ടില്ല, ഏട്ടൻ മാത്രം പോകുന്നതാണ് എല്ലാവരും വിചാരം. അപ്പോൾ കുറച്ചാളായി ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നത്. ക്ലാസ് ഇല്ലതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഏട്ടൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഞാനും കുഞ്ഞും പോവാം, ഒരാഴ്ച എന്തായാലും പോയി നിന്നിട്ട് വരാം എന്ന് വിചാരിച്ച് അങ്ങനെ പോകുന്നതാണ്. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് എത്തി. ഒരു 6:45 ഇപ്പം. 7:30 ആവും ട്രെയിൻ വരാൻ വേണ്ടിയിട്ട്. മലബാർ എക്സ്പ്രസ്സിനാണ് ഞങ്ങൾ പോകുന്നത്. ആദ്യമായിട്ടാണ് ആദൂട്ടനും കൊണ്ട് ലോക്കലിൽ പോകാൻ പോകുന്നത്. ഇതുവരെ അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ പോയിട്ടില്ല. അപ്പോൾ എങ്ങനെ ആയിരിക്കും, ലോക്കലിൽ തിരക്കായിരിക്കുമോ ഒന്നും അറിയില്ല. അങ്ങനെ ഞങ്ങൾ പ്ലാറ്റ്ഫോമിലേക്ക് നടന്നെത്തി. അവിടെ സീറ്റെല്ലാം ഉണ്ടായി ഇരിക്കാൻ വേണ്ടിയിട്ട്. വലിയ തിരക്കൊന്നും ഉണ്ടായിട്ട. അപ്പോൾ ആദൂട്ടനാണെങ്കിൽ അവിടെ എത്തിയപ്പോഴേ അതിൽ നടക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഏട്ടൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുന്നത്. ഇടയ്ക്ക് എനിക്ക് ടാറ്റയിൽ നിന്ന് അങ്ങ് അപ്പുറത്തോട്ട് നടന്നെല്ലാം പോയി. ഇടയ്ക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞ് വെള്ളം കുറച്ച് കുടിച്ചു. ഞങ്ങൾ ഇരുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു കടയുണ്ടായി. അപ്പോൾ ഒരു കുപ്പി വെള്ളവും പിന്നെ ട്രെയിനകത്ത് നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്നും പറഞ്ഞ് എന്തെങ്കിലും തിന്നാനും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രെയിൻ വരാൻ സമയമാവാലായി. അങ്ങനെ ട്രെയിൻ വന്നു. ട്രെയിനകത്ത് കയറുകയും ചെയ്തു. ഞങ്ങൾ അതേപടി ഇറങ്ങുകയും ചെയ്തു. എന്താ വെച്ചാൽ അതിൻ്റെ അകത്ത് കയറിയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഭയങ്കര തിരക്കുണ്ടായി. തിരക്കെന്ന് പറഞ്ഞാൽ നിന്ന് തിരിയാൻ സ്ഥലമില്ല, അതുപോലെ തിരക്കുണ്ടായി. പക്ഷെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. എന്താ വെച്ചാൽ കുഞ്ഞില്ലത് കൊണ്ട് ആൾക്കാർ എണീച്ച് തന്നു. ഞങ്ങൾ രാവിലെ ഒരു 6 മണി 5:45 ചെങ്ങന്നൂർ വന്നിറങ്ങി. അങ്ങനെ ഇറങ്ങിയാടെ ഞങ്ങൾ പോയി ഫ്രഷ് ആവുകയെല്ലാം ചെയ്തു. അതുകൊണ്ട് അവിടെ എത്തിയപ്പോഴും അതിലെല്ലാം പായയെല്ലാം ചെയ്യണം. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ബസ് ഉണ്ടായി പത്തനംതിട്ടയ്ക്ക്. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിട്ട. അപ്പോൾ സീറ്റ് കിട്ടി. അപ്പോൾ എന്തായാലും ഇനി നേരെ പത്തനംതിട്ടയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ സംശയമെല്ലാം ഉണ്ടോ, അതെന്തമ്മ ഇതെന്തമ്മ അങ്ങനെ എല്ലാം ഓരോന്ന് എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനെല്ലാം മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പത്തനംതിട്ട എത്തി. ഞങ്ങൾ ബസ് ഇറങ്ങി അവിടെ നല്ല വിശപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ കയറി. ചായ കുടിച്ചിറങ്ങി സ്റ്റാൻഡിലേക്ക് വന്നപ്പോൾ തന്നെ ബസ് ഉണ്ടായി. അപ്പോൾ തന്നെ ബസ്സിൽ കയറിയിരുന്നു. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. അപ്പോൾ സീറ്റ് കിട്ടി. സൈഡ് സീറ്റ് തന്നെ ഞാനിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടില്ല യാത്ര. നല്ല രസമാണ് കണ്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ സൈഡ് സീറ്റ് തന്നെ വേണം. എന്താ വെച്ചാൽ ഫോറസ്റ്റെല്ലാം കടന്ന് വേണം പോകാൻ. നല്ല രസമാണ്. അടവി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും അതുകൊണ്ടൊന്നും കാഴ്ചയെല്ലാം കണ്ട് കാടും എല്ലാം കണ്ട് ആസ്വദിച്ച് പോവുകയാണത്. അപ്പോൾ വീട്ടിലേക്ക് എത്തുമ്പോൾ സർപ്രൈസ് ആയിട്ടുള്ള എല്ലാവരുടെ മുഖം കാണാൻ വേണ്ടി നല്ല നല്ല ആകാംക്ഷയാണ്. അങ്ങനെ വീടെത്താനായി. അപ്പം ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. വീട്ടിലെത്തി കഴിഞ്ഞിട്ടുള്ള വീഡിയോ മാത്രമേ ഞങ്ങൾ എടുത്തിട്ടു. അങ്ങനെ വീട്ടിലേക്ക് എത്തി. കുറേ നാളിന് ശേഷം ആദോട്ടിനെ കണ്ട സന്തോഷത്തിലാണ് അമ്മയും കുഞ്ഞമ്മയും പിന്നെ പൊങ്കിയും എല്ലാവരും. അപ്പോൾ ഒരു ഉച്ചയോടെയാണ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ അച്ഛനും അനിയനും വരാനുണ്ട്. അപ്പോൾ വൈകുന്നേരമായി. ഞങ്ങൾ ചായ കുടിയെല്ലാം കഴിഞ്ഞ് അച്ഛനും അനിയനും കാത്തിരിക്കുകയായിരുന്നത്. അപ്പോൾ അച്ഛൻ വരുന്നുണ്ട്. ഞങ്ങൾ വരുന്ന വഴിക്ക് അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനോട് ഇങ്ങനെ സൂചിപ്പിച്ച് അച്ഛൻ ഞങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അച്ഛൻ മഞ്ചെല്ലാം മേടിച്ചിട്ടാണ് കുഞ്ഞിന് വന്നത്. അപ്പോഴത്തേക്ക് അനിയൻ വന്നു. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ആയത് അനിയനാണ്. വിട്ടെ വിട്ടെ അതാരാ ഇതാരാ
അതാരാ മോനെ? ഇതാരാ മോനെ? അതാരാ? ഇതാരാ? 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 ആരാ പറയില്ല. അതാരാ? ഇതിനെ മനസ്സിലായേ ഇല്ല. ഉപ്പാപ്പി അല്ലേ അത്? ഇപ്പഴാണ് മനസ്സിലായത്. ഉപ്പാപ്പിക്ക് ഉമ്മ കൊടുത്തേ. ഇപ്പൊ മനസ്സിലായി. എല്ലാവരും ഭയങ്കരമായിട്ട് സർപ്രൈസായി. അപ്പോൾ കുറേ നാളിന് ശേഷമാണ് ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നത്. എപ്പോഴും വീഡിയോ കോൾ ചെയ്ത് മാത്രം കാണുന്നിടത്ത് പെട്ടെന്ന് മുമ്പിൽ വന്നിങ്ങനെ നിന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാല്ലേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ.